അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇറാന്റെ ആസ്തികൾ ഉപയോഗപ്പെടുത്താൻ യുഎസ് ആലോചിക്കുന്നതായി റിപ്പോർട്ട്. കുവൈത്തിലും ബഹ്റൈനിലും നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതോടെ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ ഈ ഫണ്ട് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വകമാറ്റാനാണ് യുഎസ് ലക്ഷ്യമിടുന്നത്. ഇതിനായി ഇറാന്റെ ആസ്തികൾ വകമാറ്റുന്ന കാര്യം അമേരിക്ക പരിഗണിക്കുന്നുണ്ടെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും മാത്രമല്ല സഖ്യകക്ഷികൾക്ക് ഇതിനകം സംഭവിച്ച നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകാനും ഈ ആസ്തികൾ ഉപയോഗിക്കാനാണ് യുഎസിന്റെ നീക്കം. ഏത് ഇറാനിയൻ ആസ്തികളാണ് പരിഗണനയിലുള്ളതെന്ന് വ്യക്തമല്ലെങ്കിലും അമേരിക്ക നിലവിൽ മരവിപ്പിച്ചിട്ടുള്ള ആസ്തികളെക്കാൾ കൂടുതൽ ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ പേരിൽ ആരോപിക്കപ്പെടുന്ന മുൻകാല നാശനഷ്ടങ്ങളുടെ ചെലവ് വിലയിരുത്താനും ആ ചെലവുകൾ വായിക്കാൻ ഇറാന്റെ ആസ്തികൾ ഉപയോഗിക്കാമോ എന്ന് പരിശോധിക്കാനും യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായി സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു. കുവൈത്തിലും ബഹ്റൈനിലും നടന്ന ഇറാനിയൻ ആക്രമണങ്ങൾക്ക് തൊട്ടുപിന്നാലെ വന്ന ഈ നീക്കം നിലവിലെ ദുർബലമായ നയതന്ത്ര ശ്രമങ്ങളിൽ കൂടുതൽ പിരിമുറുക്കം ഉണ്ടാക്കിയേക്കാമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. നിലവിലുള്ള വെടിനിർത്തൽ കരാറിനിടയിലും അമേരിക്കയും ഇറാനും തമ്മിൽ സൈനിക ഏറ്റുമുട്ടലുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ആസ്തികൾ ഉപയോഗിക്കാനുള്ള നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. ശനിയാഴ്ച പുലർച്ചെ ഹോർമൂസ് കടലിടുക്കിലെ ഗോരുക്കിലെ ഇറാനിയൻ തീരദേശ റഡാർ കേന്ദ്രങ്ങളിലും ഖഷം ദ്വീപിലും യുഎസ് സൈന്യം ആക്രമണം നടത്തിയിരുന്നു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലെ സമുദ്ര ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് കരുതപ്പെടുന്ന ഇറാനിയൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് ഈ നടപടിയെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കുവൈത്തിലെയും ബഹ്റൈനിലെയും യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത്. ജനവാസ മേഖലകളിലൂടെ 7 ബാലിസ്റ്റിക് മിസൈലുകൾ കടന്നുപോയെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമില്ലെന്നും കുവൈത്ത് അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ അപായ സൈറണുകൾ മുഴക്കുകയും താമസക്കാരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും അമേരിക്കൻ താവളങ്ങളാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞു. എന്നാൽ 6 മിസൈലുകൾ തടഞ്ഞതായി മറ്റൊന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെന്നും യുഎസ് സൈന്യം അറിയിച്ചു. ഏറ്റവും പുതിയ ഈ ഏറ്റുമുട്ടലുകൾ വെടിനിർത്തലിന്റെ ദുർബലത എടുത്തു കാണിക്കുകയും മേഖലയിൽ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനിക പിരിമുറുക്കങ്ങൾ നിലനിൽക്കുമ്പോഴും മധ്യസ്ഥ ശ്രമങ്ങൾ സജീവമായി തുടരുകയാണ്. ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിലെത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിക്കായി പാകിസ്ഥാൻ സൈനിക രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രത്യേക സന്ദേശം അദ്ദേഹം കൈമാറിയതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചകളുടെ വേഗത കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ സന്ദർശന വാർത്ത വരുന്നത്. അതേസമയം ബഹ്റൈനും കുവൈത്തിനും നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് യുഎഇ രംഗത്തെത്തിയിരുന്നു. സമീപകാലത്ത് ഗൾഫ് മേഖല സാക്ഷ്യം വെച്ച ഏറ്റവും ഗുരുതരമായ സുരക്ഷാ പ്രതിസന്ധികളിൽ ഒന്നാണിതെന്ന് യുഎഇ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും യുഎഇ തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ശനിയാഴ്ച വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ 2 പ്രത്യേക പ്രസ്താവനകളിലാണ് ഈ ആക്രമണങ്ങളെ യുഎഇ കടുത്ത ഭാഷയിൽ അപലപിച്ചത്. ബഹ്റൈന്റെയും കുവൈത്തിന്റെയും പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണ് ആക്രമണമെന്നും ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും അവിടെയുള്ള പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ബഹ്റൈനും കുവൈത്തും സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും യുഎഇയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.